ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കുറച്ച് വൈകിയിട്ടുണ്ട്, കുറച്ചല്ല ഒരു 2 മാസത്തോളം വൈകിയിട്ടുണ്ട്. ഇത് ഗുരുവായൂരേക്ക് പോകാനുള്ള ഒരു ട്രിപ്പാണ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരത്തെ പുലർച്ചെ ഇറങ്ങിയതാണ്. 2 വീലറിലാണ് ഞങ്ങൾ പോണത്. അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മുന്നിൽ കാണണമല്ലോ. വെയിൽ, മഴ, അങ്ങനെ ചൂടൊക്കെ വരുന്നതിന് മുന്നേ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയാവും. പിന്നെ 2 വീലർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞങ്ങൾ ദൂരെയൊക്കെ പോകുമ്പോഴും അധികം പ്രിഫർ ചെയ്യുക 2 വീലർ തന്നെയാണ്. ഞങ്ങൾക്ക് ബസ്സും കാറൊക്കെ ഭയങ്കര ഛർദിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനും ഏട്ടനും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ ഒരേ ഒരു നിർബന്ധത്തിലാണ് ഞങ്ങളിപ്പോൾ 2 വീലറിൽ പോകണത് കേട്ടോ. ഇത്തവണ എനിക്ക് പോകാനൊരു പേടി ഉണ്ടായിരുന്നു, ഈ വെയിലത്തൊക്കെ എങ്ങനെയാണ് പോകാമെന്നുള്ളൊരു മടി ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, തീരുമാനിച്ചല്ലേ. ഒരു നേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഗുരുവായൂരല്ല മെയിനായിട്ട് പോകേണ്ടത്, കൊടുങ്ങല്ലൂരാണ് പോകാനുള്ളത്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കൊണ്ടായിട്ട് ഞങ്ങൾ പോണത് കേട്ടോ. മുന്നേ ഒരു നേർച്ചേൻ്റെ പേരിൽ ഞങ്ങളൊരു നാണയം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അവിടെ സമർപ്പിക്കണം. പിന്നെ അല്ലാതെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് പോകുന്ന വഴിക്ക് നോക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലത്തെ ഓരോരോ കാഴ്ചകളുണ്ട് കേട്ടോ. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയേ. നല്ല മഞ്ഞ്, അതാ കോട ഇറങ്ങിയിട്ട് കണ്ടില്ലേ, ആ മരത്തിന് ചുറ്റും എന്ത് രസമല്ലേ. ഓടി കളിക്കാനായിട്ട് തോന്നി ഞങ്ങൾക്ക്. കുറേ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ടാ. പിന്നെ ഈ നോമ്പിൻ്റെയൊക്കെ സമയത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഫുഡൊന്നും കാര്യമായിട്ട് കഴിക്കാണ്ടാണ് ഇറങ്ങിയത്. വെറും കട്ടൻ ചായ, ഒരു ബിസ്ക്കറ്റുമാണ് കഴിച്ചത്. അതും ഇത്ര നേരത്തെ ആയതുകൊണ്ട് അറിയാലോ, വിശന്ന ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരൂരെത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തിരൂരിന് ഏകദേശം എത്താനായിട്ടുണ്ടെന്നേരം. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളെ മെയിൻ ബൈപ്പാസ് വഴിയാണ് പോകുന്നത് കൊണ്ട് തന്നെ റോഡൊക്കെ നല്ല വൃത്തിയായതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റിയേ. നമ്മുടെ നാട്ടിൽ കാണാത്തതായിട്ട് ഉള്ളതൊന്നുമല്ല ഈ സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചയും മഞ്ഞും കോടയും ഒന്നും. പക്ഷേ എന്നാലും നമ്മൾ പോകുന്ന വഴിക്കൊന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. ആ ഭംഗിയൊന്ന് ആസ്വദിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഒന്ന് എത്തിക്കാൻ വിചാരിച്ചിട്ട് എടുത്തതാണേ. പിന്നെ ഞങ്ങൾ തിരൂർ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ. ഗണപതി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മൾ ആര്യഭവനൊക്കെ പോലെ തന്നെയാണ്, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഫാമിലിയായിട്ടും ഒക്കെ വരുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. ആരും ഇവിടുന്ന് മിസ് ചെയ്യരുത്. ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എന്തായാലും കഴിക്കണം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ, പക്ഷേ ഞങ്ങൾ ആ ഫുഡും അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം വീഡിയോയിലേക്ക് ആഡ് ചെയ്തെന്നുള്ളൂ. ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്ക് വന്നില്ല കേട്ടോ. ഏട്ടനാണെങ്കിൽ പൂരിയാണ് വാങ്ങിയത്, ഞാൻ ദോശയും ഇഡ്ഡലിയും ഒക്കെ ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ വട ഉണ്ടായിരുന്നു, വട നല്ല മൊരിഞ്ഞ വട. ചായയാണ് അടിപൊളിയായിരുന്നു കേട്ടോ, ചായ നല്ല ടേസ്റ്റി ആയിരുന്നു. കാണാൻ തന്നെ കണ്ടില്ല എന്തൊരു ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഒരുപാട് കാറും തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റി. ഒരുപാട് ഞങ്ങൾ സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ്, കാരണം പെട്ടെന്ന് വെയിൽ വരുന്നതിന് മുന്നേ ഗുരുവായൂർ എത്തണം. അവിടെ റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗുരുവായൂർ എത്തി. അവിടെ കണിക്കൊന്ന എന്ന് പറഞ്ഞൊരു റീജൻസിയിലാണ് ഞങ്ങൾ റൂം എടുത്തത്. അതൊരു ഇൻസ്റ്റാ പേജ് വഴിയാണ് ഞാൻ ആ റൂമിനെ പറ്റിയിട്ട് അറിഞ്ഞത് കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമിൽ കയറി. റൂമിൽ മുകളിലെ ജനലിലൂടെ നോക്കിയപ്പം തന്നെ അവിടെ പുറകിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ആനകളാന്ന് തോന്നുന്നു, 3 ആനകളുണ്ടായിരുന്നേ. വൈകിട്ട് കൊടുങ്ങല്ലൂർക്ക് യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ ഓടിച്ച് വന്നതല്ലേ, അപ്പോൾ ഒരു റിഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ആനപ്പന്തിയിലൊന്ന് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായി. പെട്ടെന്നുണ്ടായ ആ പ്ലാനിൽ ഇറങ്ങി തിരിച്ചു. ഇവിടുന്ന് തൊട്ടടുത്താണല്ലോ. പിന്നെ ബാഗൊക്കെ പെട്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു കരിക്ക് കുടിക്കാമെന്ന് കരുതി കരിക്ക് കടയുടെ മുന്നിൽ നിർത്തിയതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി 11:30 ആ ടൈമിൻ്റെ ഉള്ളിൽ ഞങ്ങളിവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ആ ചൂടൊന്ന് തണുക്കുന്നവരെ നമ്മൾക്ക് ആ മരത്തിൻ്റെ ചുവട്ടിൽ ആനകളെയൊക്കെ കണ്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് വേണം ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് കൊടുങ്ങല്ലൂർക്ക് ഇറങ്ങാനായിട്ട്. പുന്നത്തൂർ കോട്ട ഇപ്പോൾ മെയിൻ്റനൻസിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇപ്പം ആനകൾ ഒരുപാട് കുറവുള്ളതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഫ്രണ്ടിലൊന്നും അങ്ങനെ ആനകൾ പെട്ടെന്ന് കണ്ടില്ല. ഉള്ളിലേക്ക് കയറിയപ്പോഴാട്ടോ അവർ ഡാൻസ് കളിക്കുന്നതും തലകൊണ്ട് ആട്ടണതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ മോനും അത് ഇഷ്ടമായി. പിന്നെ ഇതിനുള്ളിലേക്കായിട്ടാണ്, ആ ഉൾക്കാടിലേക്കൊക്കെ ആയിട്ടാണ് ആനകളെ കുറേ കെട്ടിയിട്ടുള്ളത്. ചിലപ്പം കുറുമ്പ് കൂടിയിട്ടായിരിക്കും.
പിന്നെ ആന നല്ല സ്റ്റൈലായിട്ട് മനുഷ്യരെക്കാട്ടും നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ മോന് അല്ലാണ്ട് കൗതുകമായി. അവനങ്ങോട്ട് തലേ കാട്ടാൻ തുടങ്ങി. നല്ലോണം അങ്ങോട്ട് ആട്ടിയപ്പോൾ ആനയ്ക്കും അത് സന്തോഷമായെന്ന് തോന്നുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഗുരുവായൂർക്ക് നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ എത്തും കേട്ടോ. പക്ഷേ കൊടുങ്ങല്ലൂർക്ക് നേരിട്ട് പോകണമെങ്കിൽ 150 കിലോമീറ്ററിന് മുകളിൽ യാത്രയുണ്ട്. അത് ഒരു 4 മണിക്കൂർ വരും. അപ്പം നമുക്ക് 2 വീലർ ആകുമ്പം അങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇറങ്ങി തിരിക്കാനുള്ള കാരണം ഇതിപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മളൊരു നേർച്ചയും കൊണ്ട് നടക്കുകയാണ്. മനസ്സിലുണ്ട്, അപ്പോൾ ഇറങ്ങി തിരിക്കാനൊരു ടൈം ആവണമല്ലോ എന്തിനും. അങ്ങനെ ഇറങ്ങി തിരിക്കാനുള്ള സമയം ഇപ്പോഴാണ് ആയത്. അങ്ങനെ ഞങ്ങൾ പണ്ട് അച്ഛനിപ്പോൾ ഈ അടുത്താണ് മരിച്ചത്. അപ്പോൾ അച്ഛനെയും ചേർത്തിട്ടാണ് ഞങ്ങൾ നാണയം വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കാലത്തൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മളെ എങ്ങനെ വെച്ചാൽ ഇനി വീട്ടിൽ വെച്ചാൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഞങ്ങളത് ഇങ്ങനെ പെട്ടെന്ന് നേർച്ച അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആനകളൊക്കെ കണ്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. ഇവിടെ ഇപ്പോൾ 45ഓളം ആനകളുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ദേവദാസ് എന്ന് പറഞ്ഞൊരു ആനേനെ കണ്ടിട്ടോ. നല്ലൊരു ക്യൂട്ട് ആനയാണ്. അങ്ങോട്ട് അധികം ഇറങ്ങി പോകണ്ട. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ കയറി 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. ഏജൻസിയിൽ പോയി ഫ്രഷായി ഇറങ്ങി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പെട്രോൾ പമ്പിൽ കയറി. അങ്ങനെയാണ് അവിടെ ഒരു പെട്രോൾ പമ്പിലുള്ള കിളിക്കൂടാണ് കേട്ടത്. അതിൽ നിറയെ ലവ് ബേർഡ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങളവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ബസ്സിൻ്റെ പുറകിലെ ബോർഡ് കണ്ടപ്പോഴാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചു കേട്ടോ, തൃപ്രയാറ് ക്ഷേത്രം എന്ന്. അപ്പോൾ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം 3 മിനിറ്റ് എങ്ങാനേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഏതായാലും പോവല്ലേ, നമുക്ക് അതൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. പിന്നെ ഞാൻ കാര്യമായിട്ട് അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് അത് 4 അമ്പലങ്ങളിൽ പെട്ടൊരു അമ്പലമാണ്. അവിടെ തൊഴുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കയറി ചെന്നപ്പം തന്നെ നമ്മളെ നാട്ടിലുള്ള പോലെ നമ്മളെ ആൾക്കാർ സഹകരണം ഇല്ല എന്നല്ല, പക്ഷേ അവിടെ ഒരാളെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഞങ്ങൾ അവസാനം ഞങ്ങൾ തൊഴുതിറങ്ങുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ആൾ പറഞ്ഞു തന്നു. ഒരു ഷീറ്റിൽ ഞങ്ങൾ ചെയ്തു. വെടി വഴിപാട്, മീനൂട്ട്, പിന്നെ ഹനുമാന് അവിൽ നിവേദ്യം, പായസം ഒക്കെ ഞങ്ങൾ കഴിപ്പിച്ചു. പായസം പിന്നെ ഞങ്ങൾ അവിടുന്ന് വാങ്ങാൻ പറ്റാത്തതിനെ കൊണ്ട് അവിടെ പുറമേ ഇരിക്കുന്നൊരു ഭിക്ഷയാചിക്കുന്ന ഒരു അമ്മേൻ്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു കേട്ടോ. നാളെ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ആൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. എല്ലാ കാര്യവും ഞങ്ങൾ കൂടെ നിന്ന് പറഞ്ഞു തന്നു. തൊഴുതിറങ്ങാൻ നിന്ന ആൾ ഞങ്ങൾ കൂടെ വന്ന് വീണ്ടും പറഞ്ഞു തന്നതാണ്. എന്തോ ഭഗവാൻ പറഞ്ഞു വിട്ടതുപോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. അത്രയും നല്ലൊരു മനുഷ്യനാണ്. നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഞങ്ങൾക്ക് അത്രയും ഒഴിവാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു അമ്പലത്തിൽ നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൊഴണ്ടേന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ കൂടെ നിന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കുകയൊന്നും ചെയ്തതിൽ ആൾ ഇങ്ങോട്ട് സംസാരിച്ച് നമ്മളെ കൂടെ നിന്ന് സഹായിച്ചതാണ്. അപ്പോൾ ആ നന്ദി എന്നും മനസ്സിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂരേക്ക് എത്തുമ്പോൾ കുറച്ച് വൈകിണ്ടായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് കുറച്ച് ഇറങ്ങാൻ വൈകിയതുകൊണ്ടാണ്. റൂമിൽ ചെന്നപ്പോൾ കുറച്ച് അവിടെ കിടക്കാനൊക്കെ തോന്നി, അവിടെ കിടന്നു. അങ്ങനെയാണ് വൈകിയത്. എന്നാലും ഞങ്ങൾ എത്തിയിട്ടോ. കൊടുങ്ങല്ലൂർ വന്നു.
കൊടുങ്ങല്ലൂർ വന്നപ്പം ഞങ്ങൾ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം കുരുമുളക് എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ ആ കുരുമുളക് അവിടെ കൊടുത്താൽ മതിയെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കൊടുത്തു. നമ്മൾ വസൂരിമാല എന്ന് പറഞ്ഞിട്ടൊരു നേർച്ച ഉണ്ടല്ലോ, പണ്ടൊക്കെ എല്ലാവരും ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പം നല്ല ക്യൂ ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വസൂരിക്ക് വന്ന കുടുംബത്തിലെ ആൾക്കാർ മരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ചെയ്തൊരു നേർച്ചയാണ്. ഒരു താലിമാലയുടെ നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ, അതും കുരുമുളകും നാണയം സമർപ്പിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറി, നേരെ അവിടെ ഫ്രണ്ടിലുള്ളൊരു ഹോട്ടലാണ് കയറിയത്. ഞങ്ങൾ ദോശയും കഴിച്ചു കേട്ടോ. എല്ലാ സ്ഥലത്തുനിന്നും ദോശ തന്നെയാണ് അധികം കഴിച്ചിട്ടുള്ളത്. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഗുരുവായൂർക്ക് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു, എന്നാലും തിരിച്ചെത്തണമല്ലോ, റൂം അവിടെയാണല്ലോ എടുത്തത്. പിന്നെ നേരെ തിരിച്ച് റൂമിലേക്ക് പോന്നു. ഈ റൂമിൽ എത്തുമ്പോൾ കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു മണ്ടത്തരം കാണിച്ചതാണ്. കൊടുങ്ങല്ലൂർ മുന്നേ എത്തുന്നതിന് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നമ്മൾ ട്രാവൽ ചെയ്യായിരുന്നു. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്താൽ മതിയായിരുന്നു. രാത്രി കുറച്ച് ബുദ്ധിമുട്ടി റൂമിലെത്തി, വൈകിയിരുന്നു. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ രാവിലെ തൊഴാനിറങ്ങിട്ടോ. തൊഴാനിറങ്ങി ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ ലോക്കായി. നേരത്തെ പുലർച്ചയ്ക്ക് ഇറങ്ങിയതാണ്, ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെരുപ്പ് ഇട്ടില്ല. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെരുപ്പ് ഇട്ട് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് റൂമിൽ വെച്ച് പോന്നു. പക്ഷേ തിരിച്ച് വരുമ്പോൾ നല്ല വെയിലായിരുന്നു, കാലൊക്കെ വെന്തുപോയി. റൂമിലെത്തുന്ന വരെ ഞങ്ങൾ നൊണ്ടിയാണ് എത്തിയത്. പിന്നെ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ക്ലോക്ക് റൂമിലേക്ക് ഒരു തിരിഞ്ഞു നോക്കാൻ പോയാൽ നമ്മൾ ക്യൂ നിൽക്കുന്നതൊക്കെ പോവും. അമ്പലത്തിൽ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ക്യൂവിൽ പെട്ട് 3-4 മണിക്കൂർ കുടുങ്ങി. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങി, എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മോന് കളിപ്പാട്ടൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. മോന് ടോയ്സും അല്ലാതെ നമ്മൾ ഗുരുവായൂർ പപ്പടും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോണത് വീട്ടിലേക്കല്ല കേട്ടോ. ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പ് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിലേക്ക് ഞാനും ഏട്ടനും ബൈക്കിലും മറ്റുള്ളവർ കാറിലും ആയിട്ടാണ് പോയത്. ഇത് കൊച്ചി മെട്രോ കേട്ടോ. മെട്രോയുടെ താഴെ കൂടിയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കൊച്ചി മെട്രോ വന്നതിന് ശേഷം ഇതിൽ പോകണത്. ചോറ്റാനിക്കര ഞങ്ങൾ റൂമെടുത്തേ ഒരു ദിവസത്തേക്കായിട്ട് രാത്രി. അപ്പോൾ റൂമെടുത്ത് ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ച് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകാനുള്ള പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ ദോശയും സാമ്പാറുമാണ് കഴിച്ചത്. ഞങ്ങൾക്ക് ഒരുവിധം ഇപ്പം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ദോശയും സാമ്പാറും ഇഡ്ഡലിയും ഇതൊക്കെ തന്നെ കഴിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ നാട് വിട്ടു പോയാൽ അതേ നമുക്ക് പിടിക്കൂ. അതുകൊണ്ട് അതിൽ തന്നെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ കീഴ്ക്കാവിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിറച്ച ആളുണ്ടായിരുന്നു. മേൽക്കാവിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച ടൈം കഴിഞ്ഞ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഡൗട്ടോടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഗുരുതി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ കാണുന്നത്. ആദ്യമായിട്ടാണ് ഗുരുതി കാണുന്നത്. പിന്നെ ഏട്ടനങ്ങനെ ശബരിമലയ്ക്ക് പോയി ഇപ്പം അമ്പലം വിസിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഏട്ടനങ്ങനെ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഒരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ രാവിലെ തൊഴാന്ന് കരുതിയിട്ട് രാവിലെ പുലർച്ചെ ഞങ്ങൾ എണീറ്റ് പോന്നു. വരുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ക്യൂവിൽ ഞങ്ങൾ കയറുന്നു. പിന്നെ അങ്ങനെ ഒരു എഴുന്നള്ളിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു കുറച്ച് നേരം. പിന്നെ ഒട്ടും വൈകിയില്ല. വെയിൽ വരുന്നതിന് മുന്നേ നമുക്ക് നാട്ടിൽ തിരിച്ചെത്തണം. ഇനി ഒരൊറ്റ ട്രിപ്പേ ഉള്ളൂ, എവിടെയും സ്റ്റോപ്പില്ല. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി ഫുഡ് കഴിക്കാം, റെസ്റ്റ് എടുത്തിട്ടൊക്കെ പോകാം. അല്ലാതെ റൂം എടുത്ത് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയാണ്. റൂമിൽ വന്നു, പാക്ക് ചെയ്തു. അങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സാധനങ്ങളും കൊണ്ടിട്ട് എന്താ വന്നതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പാക്ക് ചെയ്തു, ചെരുപ്പിട്ട് ഇറങ്ങി. അപ്പം നമ്മൾ ചോറ്റാനിക്കര ടെമ്പിൾ നമ്മളെ റൂമിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് കേട്ടോ കണ്ടേ. അങ്ങനെ തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തന്നെ വെയിലിൻ്റെ ചൂട് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ തപ്പലായിരുന്നു. ഗൂഗിളിൽ എവിടെയാണ് നിയറസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് കുറേ തപ്പിയപ്പോൾ വാതാനപ്പള്ളി ബീച്ച് കണ്ടേ.
വാതാനപ്പള്ളി ബീച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടു. നമുക്ക് അറിയാനിട്ടായിരിക്കാം ചിലപ്പം അവിടെ എത്താനുള്ള സമയം കാലം ഞങ്ങൾക്കില്ലായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കുറേ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി, പിന്നെ കുറേ ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ കുറേ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അധികം ഞങ്ങൾ ചോറും ചായയും ഒന്നും അല്ല കേട്ടോ പ്രിഫർ ചെയ്തത്, ഫുൾ ഫ്രൂട്ട്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. അങ്ങനെ അതൊക്കെ വാങ്ങി ഒരു 2 കിലോ ഓറഞ്ചും വാങ്ങി ഞങ്ങൾ ബീച്ചിൽ അവിടെ അങ്ങോട്ട് കിടന്നു. പാർക്കിൽ പോയൊരു രീതിയിലാണ് ഞങ്ങളവിടെ കിടന്നത്. അങ്ങനെ ഒരാൾ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു കേട്ടോ. ആൾക്ക് നല്ല വലിയ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ ആൾ 2-3 വലിയ മീനൊക്കെ എടുത്തു പോയി. ഞങ്ങൾ നോക്കിയില്ല, പിന്നെ ആൾ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അപ്പം ഞങ്ങൾ അവിടെ കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ നിന്ന് നമ്മൾ വാട്ടർമെലനൊക്കെ വാങ്ങി. പിന്നെ കത്തി വാങ്ങുമ്പോൾ ഒരു ഷോപ്പിൽ കത്തി ഇല്ലാണ്ട് വന്നപ്പം ബ്ലേഡൊക്കെ വാങ്ങി മുറിച്ച അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് നമ്മൾ നാട്ടിലെത്താനായിട്ടോ. ഓരോ അടഞ്ഞെടുക്കുന്ന കടയുടെ മുന്നിൽ നിന്നൊക്കെയാണ് കേട്ടോ ഞങ്ങളിതൊക്കെ കഴിച്ചത്. പിന്നെ ഞങ്ങൾ മെല്ലനെ പോന്നു. ഞങ്ങൾ മുന്നിൽ കാറ് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. ടാറ്റ, ബൈ ബൈ.